എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറ്റാർവാഴനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നീണ്ടു പോയതാണ് ഷൂട്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. കറ്റാർവാഴ എങ്ങനെ വലിയ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം, അതുപോലെ എങ്ങനെ ചുറ്റും തൈക്കളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് എനിക്ക് വരാറുണ്ട്. എനിക്ക് കഴിയുന്ന പോലെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കറ്റാർവാഴ നന്നായിട്ട് വളർത്താമെന്ന് നോക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക. നല്ല ഹെൽപ്ഫുള്ളാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് വായവട്ടം കൂടിയിട്ടുള്ള ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. എന്നിട്ട് താഴെ വെള്ളം പോകാനായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ കമ്പി പോലെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസിൽ ചൂടാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഹോൾസ് ഇടാൻ പറ്റും. ചട്ടി പോലെയല്ലല്ലോ, ഇങ്ങനത്തെ പാത്രത്തിന് നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ ഹോൾ ഉണ്ടാവില്ല. അത് ചെടി ആക്കണമെങ്കിൽ നമ്മൾ അതിന് ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ മണ്ണാണിത്. അതിൽ കുറച്ച് കോക്കോ പീറ്റ് ഉണ്ട്. ഒരു 25% ഒക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ 50-50 ആയിട്ട് എടുക്കാം. പകുതി മണ്ണും പകുതി കോക്കോ പീറ്റും എല്ലാവർക്കും അറിയാമല്ലോ. ചകിരിച്ചോറ് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്കത് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് മണ്ണൊന്ന് ഈ പാത്രത്തിൽ ഫില്ല് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് നടേണ്ട ആ ഒരു കറ്റാർവാഴയുടെ തൈയും ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് പറിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉണക്കിയതും അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടും ആണ്. ഇത് നിങ്ങൾ എത്ര കൂടുതൽ എടുത്തോ അത്രയ്ക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ഒരു തൊലി നമുക്ക് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മുട്ടത്തോണ്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയ്ക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ആ ഒരു തൈ ഈ ഒരു പാത്രത്തിൽ നട്ടിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ 2 ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കാം. ഈ ഒരു പാത്രത്തിൽ താഴെ നിന്ന് ഇങ്ങനെ മണ്ണൊക്കെ അടിഞ്ഞിട്ട് ആ ഒരു ഹോള് അടഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇനി ഇത്രയ്ക്കേ ഉള്ളൂ കാര്യം. ഇതിലിപ്പോൾ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ഉണക്കിയ തൊലിയും അതുപോലെ മുട്ടത്തൊണ്ടുമാണ് വളമായിട്ട് ഇട്ട് കൊടുത്തത്. എത്രയ്ക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ആ ഒരു മണ്ണിനോട് അത് ചേർന്നോളും. ഇനി നമ്മൾ കുറേ നാളേക്ക് ഒരു വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ അതിൽ ചുറ്റും ചെറിയ തൈകളൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഇലകളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളരും. നല്ല ഈസിയാണ്. നമുക്ക് എപ്പോഴും വളം ഇട്ട് കൊടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടേ വരില്ല. ഈ ഒരു മണ്ണിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ചെടി അതുപോലെ ഞാൻ ചെയ്തതാണ്. അതിന് ചുറ്റും ഒരുപാട് തൈകൾ ഇതിലും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ അങ്ങനെ പറിച്ച് നട്ടെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. വളരെ സിമ്പിളുമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോക്കോപ്പീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിലും നല്ലൊരു വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അതന്നെ മതി. അതുമാത്രം ഈ ഒരു പറഞ്ഞിട്ടുള്ള പോലെ മുട്ടത്തൊണ്ടും ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും കൂടി മിക്സ് ചെയ്ത മിക്സ് നന്നായിട്ട് മണ്ണിനോട് ചേർത്താൽ മതി. അത് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യണത്. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ തൈകൾ വല്ലാതെ നിറയുമ്പോൾ ഒന്ന് പറിച്ചിട്ട് വേറെയിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിലും ചുറ്റും അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് കറ്റാർവാഴകൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. കറ്റാർവാഴയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കുമ്പോൾ കുറേ ഇലകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോയില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കറ്റാർവാഴ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊക്കെ
ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ വണ്ണം കൊണ്ട് ഇതിന് താങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആ ചെടി. അതിനെ ഒന്നും കൂടിയൊക്കെ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കൊച്ചു ട്രിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, വളരെ സിമ്പിളാണ്. അധികം കാശിലവുള്ള വളങ്ങളൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ മുട്ടത്തൊണ്ടും നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡിനെയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്